1604 ആദ്യമായി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ സ്റ്റീവൻ വാൻഡർ ഹേഗൻ കേരളത്തിൽ എത്തുന്നത്. കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാർ തന്നെ. 1658 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തു. തുടർന്ന് 1663 കൊച്ചിയും പിടിച്ചെടുത്തു. ഡച്ചുകാരും സാമൂതിരിയും ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ഇന്ത്യയിലെ ഡച്ച് പതനത്തിന് കാരണമായ യുദ്ധവും കുളച്ചിൽ യുദ്ധം തന്നെ. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരുടെ സൈനിക തലവനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയി. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ക്യാപ്റ്റൻ ഡിലനോയിയാണ്. കുളച്ചിൽ യുദ്ധത്തെ തുടർന്ന് 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല, തിരുവിതാംകൂറിൻ്റെ ശത്രുക്കളുമായി ഡച്ചുകാർ സഖ്യമുണ്ടാക്കില്ല തുടങ്ങിയവയായിരുന്നു മാവേലിക്കര ഉടമ്പടിയിലെ നിബന്ധനകൾ. മാവേലിക്കര ഉടമ്പടിയുടെ സ്മരണാർത്ഥം സമർപ്പിച്ചതാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്തംഭവിളക്ക്. 1744 ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ഡച്ചുകാരാണ്. 1789 കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിവ ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മ ഡച്ചുകാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതാണ്.